ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മെറ്റൽ ഹാങ്ങിങ് ഫ്രെയിമിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ആദ്യം പ്രിൻ്റ് എടുക്കുന്നുണ്ട്. പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. പിൻട്രസ്റ്റ് ആപ്പിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7" സൈസ് വരുന്ന മെറ്റൽ ഹാങ്ങിങ് ഫ്രെയിമാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. സ്ലഷ് ബോക്സ് എന്ന് പറയും. ഞാൻ മോസ്റ്റ്ലി എല്ലാ സാധനങ്ങളും അവരെ കയ്യിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കല്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അവരെ കയ്യിൽ എല്ലാ മെറ്റീരിയൽസിനും നമുക്ക് പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ അത് ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഒരു വിൻറ്റേജ് പേപ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ടില്ലാത്ത ഡബിൾ ടാപ്പ് സ്റ്റിക്കറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വെച്ചാൽ അതവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ശരിക്കും അവിടെ നിന്നോളും. പിന്നെ കട്ടിയുള്ളത് വെക്കുമ്പോൾ അത് നമുക്ക് അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മളിത് ക്ലോസ് ചെയ്ത് അങ്ങനെ തുറന്നിട്ടാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇതാദ്യം ഇതിൻ്റെ സൈഡിലായിട്ട് വിൻറ്റേജ് തീമിലാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ പേപ്പേഴ്സൊക്കെ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് വിൻറ്റേജ് തീം പേപ്പറിൽ നിന്ന് അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയതാണ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് സൈസ് പറഞ്ഞിട്ട് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ 2 ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഫ്രെയിമിൽ. പിന്നെ ബാക്കിയൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചതിൻ്റെ ശേഷം ആദ്യം ഞാൻ ഫസ്റ്റത്തെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അതും ഞാൻ സ്റ്റിക്കർ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അത് അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് സൈഡിലായിട്ട് ഒരു സൺഫ്ലവറിൻ്റെ ഒരു പിക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലത്തെ ഒരു ജൂട്ടിൻ്റെ ഷീറ്റാണ് കൊടുക്കുന്നത്. ജൂട്ടിൻ്റെ ഒരു ഇത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു വൈറ്റ് ലേസൊക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ നമുക്കൊരു റോളായിട്ട് കിട്ടും. അതിൻ്റെ പ്രൈസ് എത്രയെന്ന് കറക്റ്റ് ഓർമ്മയില്ല. അതും ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫാമിലി ഫോട്ടോ കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫാമിലി തീമിലാണ് ചെയ്യുന്നത് കേട്ടോ. ലവ് തീമിലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വിൻറ്റേജ് തീമാണ് ഈ ഒരു ഫ്രെയിം ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള തീമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമർ പറഞ്ഞുകൊണ്ട് ഒരു വിൻറ്റേജ് തീമിലാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ഫാമിലി ഫോട്ടോ ഒട്ടിച്ചതിൻ്റെ ശേഷം ഒരു വിൻറ്റേജ് തീമിലുള്ള ക്ലോക്കിൻ്റെ സ്റ്റിക്കർ അതും കൂടെ അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെത്, പിന്നെ അതേപോലെ തന്നെ ഹാർട്ട് ഷേപ്പ്, പിന്നെ ഒരു മെസ്സേജിൻ്റെത്, പിന്നെ ഒരു ചെറിയൊരു സ്മോൾ കോഡ്സ്, അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചിലവിലൊക്കെ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്ലവർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് മോഡലിനനുസരിച്ചാണ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഫ്രെയിമിൻ്റെ മേക്കിംഗ് വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ഐഡിയ വേണം ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താലാവും ഭംഗി എന്നൊക്കെ. ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.